ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരികയാണ്. സംഭവം വേറെ ഒന്നുമല്ല, ഷൂട്ടിങ്ങിന്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ വന്നപ്പോൾ ഞാൻ എന്താ പറയുക, ഫുൾ ടൈം റെസ്റ്റും ഫുഡടിയും മാത്രമായിട്ട് അങ്ങോട്ട് കൂടി കുറച്ച് ദിവസം ഒരു ഗ്യാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും ഗ്യാപ്പ് എടുത്തിട്ട് നിങ്ങൾ ആരും എന്നെ ഇട്ടേച്ച് പോയില്ല. എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അതുപോലെ തന്നെ കിടപ്പുണ്ട്. പക്ഷെ ആരും എൻ്റെ അടുത്ത് പിണങ്ങരുത് കേട്ടോ, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോ ആയിട്ട് വന്നോളാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇപ്പൊ തന്നെ സാരിയിലാണല്ലോ നിങ്ങൾ തിങ്ക് ചെയ്യും. ഈ സാരിയിലല്ല, ഈ സാരി വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് വന്നിട്ട് ഇൻസ്റ്റയിലെ മാതങ്കി സാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്ന് എനിക്ക് കൊളാബ് ചെയ്ത് തന്നതാണ്. അപ്പോൾ ഇപ്പൊ അവർക്ക് വേണ്ടിയിട്ട് റീൽ എടുത്തിട്ട് ഞാൻ വരുന്ന വഴിയാ. തറവാട്ടിലായിരുന്നു, ഇപ്പൊ ഞാൻ എൻ്റെ സ്വത്തമ്മയുടെ അടുത്തോട്ട് പോന്നു. നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ സ്വത്തമ്മയെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. സ്വത്തമ്മയുടെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇനി വേറൊരു സാരിയില് റോസ ബ്ലൂംസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്, സാരി ബൈ റോസ ബ്ലൂംസ്. സോ അവരുടെ ഒരു റെഡ് സാരിയിലാണ് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പൊ എനിക്കോ എല്ലാം ഇവിടെ എനിക്ക് ചോദിച്ചു വാങ്ങിക്കേണ്ട അവസ്ഥയാണ്. ഞാൻ നിന്റെ വക എന്താന്ന് നോക്കിയിരിക്കുക ഞാൻ. ശബരിമലയ്ക്ക് പോവാൻ ഞാനുണ്ടല്ലോ ഇന്നൊരു ഫോട്ടോ എടുക്കുവാണേ. ഫോട്ടോ എടുക്കുമ്പോ അച്ഛൻ തന്നെ സ്വയം പറയാ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വല്ല പിച്ചക്കാരന്റെ വേഷം തരുമോ എന്തോന്ന്. അത് ഞങ്ങൾ ആക്ച്വലി സസ്പെൻസ് പൊട്ടിക്കണ വേണ്ട, അത് ഞങ്ങള് സസ്പെൻസ് ആണ് കേട്ടോ. ഇത് ഞങ്ങളുടെ കുഞ്ഞിപ്പൂച്ചയാണ്. ഈ വീട്ടിലൊത്തിരി പൂച്ചയുണ്ട്. ഒന്ന് നിക്കടി പെണ്ണെ, ഒന്ന് നിക്കടി പെണ്ണെ, നോക്കുക ഇതൊക്കെ. അടുത്തേനെ കാണിച്ചു തരാം. കഴിച്ചോടാ, കഴിച്ചോ എന്റെ കുട്ടി? എന്താ കഴിച്ചേ? മീമി കഴിച്ചോ അതോ ചിക്കനാണോ കഴിച്ചേ? എന്റെ കുട്ടി എന്തിനാ കരയണേ? ഇവരാരും മാമൂട്ടൊന്നില്ലേ? മാമൂട്ടൊന്നില്ലേടാ? അമ്മൂട്ടി തരാട്ടാ. എവിടെ നിർത്തി തരുമോ എന്തോ. അന്നോടാ എന്റെ മടി കേക്കണാ? ഇവിടെ കേക്കണ, ഇവിടെ കേക്കണ. എന്താ എന്താ? എന്താ നീ വർത്താനം പറയണേ? എന്റെ കൂടെ ഇഷ്ടല്ലേ? ഇഷ്ടല്ലേ എന്റെ കൂടിച്ച അല്ലേ? എന്റെടാ ഒരു ഉമ്മട്ടേതോ പോക്കോ. ഓക്കെ, അപ്പോഴേ അമ്മേ പൂജ സ്നേഹിച്ചു കഴിഞ്ഞു. ഇനി ഈ കോലത്തിൽ നിന്ന് നമുക്ക് വേറെ കോലത്തിലോട്ട് മാറണം. അത് റെഡ് സാരിയാണ്. ഇത് കുറച്ച് എന്താ പറയാ, ഒരു ട്രഡീഷണൽ, പക്ക ട്രഡീഷണൽ എന്ന് പറയാൻ പറ്റൂല, ഒരു വിന്റേജ് മോഡാണ് ഞാൻ ട്രൈ ചെയ്തത്. പിന്നെ ഇപ്പൊ എടുക്കാൻ പോകുന്ന റെഡ് കളർ സാരി, അത് എനിക്ക് മോഡേൺ ആയിട്ട് ഉടുക്കണം എന്നാണ് ആഗ്രഹം. ഇപ്പൊ കണ്ട പറഞ്ഞപ്പോഴേക്ക് ക്യാമറയുടെ പുറകിൽ കണ്ണു ഇങ്ങനെ ബൾബ് പോലെയൊക്കെ ആവുന്നത്. ഇങ്ങനെയൊക്കെ അച്ഛനും അമ്മയും കിട്ടാൻ ഞാൻ എന്ത് ചെയ്യും ഗൈസ്? നിങ്ങളൊന്ന് പറ. എനിക്ക് മോഡേൺ ആയിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ ഉടുത്ത് വരുമ്പോ എന്താവും എന്നുള്ള അറിയില്ല. ഇവരെയൊക്കെ ഇഷ്ടമൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ സാരി കൊടുക്കണമെങ്കിൽ. അപ്പൊ ഈ സാരി മാറ്റിയിട്ട് അടുത്ത സാരി ഉടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലോട്ട് വരാം. ഓക്കെ അപ്പൊ നമ്മൾ മേക്കപ്പ് തുടങ്ങി. ഡെർമയാണ് യൂസ് ചെയ്തേക്കുന്നത്. സ്റ്റിക്ക് ഇതാ D4.5 ആണ് എന്റെ ഷെയ്ഡ്. സോ അതാണ് യൂസ് ചെയ്തേക്കുന്നത്. അനു, ഫാൻ ഒന്ന് ഓഫ് ചെയ്യടാ. ഓഫ് ഓക്കെ. ഡെർമ 4.5 ആണ് എന്റെ ഷെയ്ഡ്. അപ്പൊ ഞാൻ അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് വന്നിട്ട് മാർസിന്റെ ആണ്. ഇത് ഞാൻ ആമസോണിന്ന് വാങ്ങിച്ചതാ. പുറത്തെ ലൈറ്റ് പോകുന്നതിന് മുമ്പേ വേഗം വീഡിയോ എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഹറിബറി ആയിട്ട് ചെയ്യുന്നത്.
നിങ്ങൾ ആലോചിക്കും ഈ മുഖത്തിട്ട് കുത്തി. ഐ മേക്കപ്പ് ഞാൻ പ്രത്യേകിച്ച് കാജൽ ഇനി പ്രത്യേകിച്ച് ഇടുന്നില്ല. കാരണം ഓൾറെഡി നേരത്തെ ഇട്ടത് എന്റെ കണ്ണില് അതുപോലെ കിടപ്പുണ്ട്. ഞാൻ വേണമെങ്കിൽ ഏത് കാജലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ പൗച്ചിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സമയം കിട്ടണേ. ഓക്കെ, അപ്പോ ഫൗണ്ടേഷന്റെ ഘടകം കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ ചെയ്യാ? കോമ്പാക്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഭയങ്കര മാറ്റ് ഫിനിഷ് ഇഷ്ടമല്ല. സീരിയലിലാണെങ്കിൽ ആ ലൈറ്റിങ്ങിന് നമുക്ക് ചെറുതായിട്ടൊരു മാറ്റ് ഫിനിഷ് വേണം, ഗ്ലോ പാടില്ല എന്ന് പറയും. സോ അതുകൊണ്ട് നമ്മൾ കോമ്പാക്ട് യൂസ് ചെയ്യും. ഇവിടെ ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. സോറി ഗൈസ്. ഇതാണ് എന്റെ ബ്രഷസ് വെച്ചേക്കുന്നത്. ഇത് ഇങ്ങനൊരു ബോക്സ് ആയിട്ടാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. ഇതിൽ കുറേ ബ്രഷസ് ഉണ്ട്. കോമ്പാക്ടിന്റെയും പൗഡറിന്റെയും ഐഷാഡോസിന്റെയും ഐബ്രോന്റെയും ഫൗണ്ടേഷന്റെയും എല്ലാത്തിന്റെ ബ്രഷസും വരുന്നുണ്ട്. നമുക്ക് സെപ്പറേറ്റ് പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല, എല്ലാം അതിൽ തന്നെ കിട്ടുന്നുണ്ട്. എനിക്ക് ഐഷാഡോ അങ്ങനെ ഇടാൻ അറിയില്ല കേട്ടോ, ഭയങ്കര എക്സ്പേർട്ട് ഒന്നുമില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടം ഗ്ലിറ്റേഴ്സ് ആണ്. അതിപ്പോ എന്താണെങ്കിലും, ഫോൺ കവർ ആണെങ്കിൽ പോലും എനിക്ക് തിളക്കമുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും ഐഷാഡോ യൂസ് ചെയ്യുമ്പോൾ ഗ്ലിറ്റർ യൂസ് ചെയ്യും. സീരിയലിൽ ഞാൻ യൂസേ ചെയ്യാറില്ല, ഐഷാഡോ യൂസേ ചെയ്യാറില്ല. എനിക്ക് ഇടാൻ അറിഞ്ഞൂടാ. ഇടാൻ അറിഞ്ഞാലല്ലേ ഞാൻ ഇട്ടിട്ട് കാര്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കതിലറിയോ, കാര്യമായിട്ട് വീഡിയോ എടുത്താലും റീൽ എടുത്താലും ഹൈലൈറ്റർ അറിയാനൊന്നും പോകുന്നില്ല. പക്ഷെ എന്റെ ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നിങ്ങക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കാണിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യണല്ലോ. അയ്യോ, ഫാൻ ഇല്ലാത്തോണ്ട് നല്ല ചൂടെടുക്കുന്നുണ്ട്. ഓക്കെ, നൗ ബ്ലഷ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബ്ലഷ് ഞാൻ യൂസ് ചെയ്യുന്നത് വന്നിട്ട് ഷുഗറിന്റെ ആണ്. കൊറേ കാണുന്നുണ്ടോ ആ ഓക്കെ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറെ കാലമായി, എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഒത്തിരി യൂസ് ചെയ്യാറില്ല, വാങ്ങിച്ചിട്ട് ഒത്തിരി ആയി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, നേരത്തെ ഞാൻ മസ്കാര ഇടാൻ മറന്നുപോയി. വന്നു. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോയിസ് കേട്ടോ എന്ന് എനിക്കറിയില്ല. തല്ലിക്കൊല്ലു ഇറങ്ങി പൊക്കോന്നൊക്കെ പറഞ്ഞു. എന്നെയോ ഞങ്ങളാരെയല്ല, പൂച്ചേനെയാണ് കേട്ടോ. എന്നാലും അതും പാവം ഒരു മിണ്ടാപ്രാണിയല്ലേ. ഫാൻ ഇട്ടാ സൗണ്ട് പ്രശ്നമൊക്കെ ഉണ്ടോ? സ്വത്തമ്മയുടെ കാല് വരുന്നുണ്ട്. ഇങ്ങോട്ട് ഈ ബെഡിലോട്ട് ഇരിക്കോ? പിന്നെ എന്താ 10 പ്രാവശ്യം നമസ്കാരം ഇട്ടപ്പോ ഭംഗിയുണ്ടോ? ഭംഗിയൊന്നുമില്ല, എനിക്കറിയാം. എന്നാലും
ഓക്കെ നൗ ഞാൻ ലിപ്സ്റ്റിക് ഇടാ ലിപ് ലൈനർ ഇടാ. ലിപ് ലൈനർ വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ബോൾഡ് മാറ്റ് ലിപ് ലൈനർ. കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ഫോക്കസ് ചെയ്യുമ്പോ അങ്ങനെ തൊട്ടാ മതി. ആ വേണ്ടി പോട്ടെ. സോ കുറെ പേര് ഇൻസ്റ്റയിലാണെങ്കിലും എന്റെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഞാൻ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ചില ടൈമിൽ ഒറ്റ ഷെയ്ഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ചില സമയത്ത് എനിക്ക് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യും. സോ എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, മേബിലിൻ ന്യൂയോർക്കിന്റെ സെൻസേഷണൽ. ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. ആൻഡ് മിക്സ് ചെയ്യാന്ന് പറയുമ്പോ ഇത് ആക്ച്വലി ഞാൻ സുഡിയോന്ന് വാങ്ങിച്ചു വരണ. ഇതാണ് അത്. എല്ലാ സ്റ്റുഡിയോയിലും കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ട്രിവാൻഡ്രം സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഷെയ്ഡ്. ഞാൻ ഇപ്പൊ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇടാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ് കിട്ടിയത്. നൗ ഐ തിങ്ക് മേക്കപ്പ് ഓവറായി. ഒരു പൊട്ട് വെക്കണോ വേണ്ടയോ? ഈ ലുക്കിന് പൊട്ട് വേണോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റെഡ് സ്റ്റോൺ ഉണ്ട്, സോ അത് ട്രൈ ചെയ്ത് നോക്കാം. ലുക്സ് ഗുഡ് ഐ തിങ്ക്, അല്ലേ? അമ്മ ഭംഗിയുണ്ടോ? ഉണ്ടോ? ലുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് ഇതാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഇയറിങ്സ് ഒക്കെ നോർമൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഓൺലൈനിൽ നിന്ന് എവിടെ നിന്നല്ല. സോ ലിങ്ക് ഇട്ട് തരുമോ ചേച്ചി എന്ന് ചോദിക്കരുത്. സാരി എവിടെ നിന്നാണ് ഞാൻ പറഞ്ഞല്ലോ, റോസാ ബ്ലൂംസ്, സാരി ബൈ റോസാ ബ്ലൂംസ് എന്നുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ്. ഞാൻ നിങ്ങൾക്ക് അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ പോയി നോക്കിക്കോളൂ. ആൻഡ് സോ ഇതാണ് സാരിയിലുള്ള ലുക്ക്. ഇതാണ് ഞാൻ ഇങ്ങനെയാണ് നേരത്തെ ഉടുക്കണം എന്ന് വിചാരിച്ചു. മോഡേൺ എന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മയൊക്കെ വിചാരിച്ചു ഭയങ്കര മോഡേൺ ആയിട്ട് ഞാൻ എന്തോ കാണിച്ചു കൂട്ടാൻ പോവാണ്. അങ്ങനെയൊന്നും ഇല്ല. ഹെയർ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ മിക്കവാറും ഫ്രീ ഹെയർ ആയിരിക്കും ഇടുക. അപ്പൊ ഹെയറും കൂടെ ചെയ്തിട്ട് ഫൈനൽ ലുക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. ഫ്രീ ഹെയർ തന്നെ ഇട്ടു ഞാൻ. എനിക്ക് വേറെ ഒന്നും ഞാൻ ചെയ്യാൻ തോന്നിയില്ല. ബിക്കോസ് നേരത്തെ മുടി മെടഞ്ഞിട്ടല്ലേ കെട്ടിയിട്ട്, ബ്രെയ്ഡ് ചെയ്ത് കെട്ടിയപ്പോ അത് അഴിച്ചതിന്റെ ആ ഒരു കുഞ്ഞു കുഞ്ഞു കേൾസ് കിടപ്പുണ്ട്. അതാ നാച്ചുറൽ ആയിട്ട് കിട്ടിയപ്പോ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. ഞാൻ അങ്ങനെ തന്നെ ഇട്ടു. ഇനി ഇതില് പോയിട്ട് വേണം റീൽസ് എടുത്തിട്ട് ഇൻസ്റ്റയിൽ ഇടാൻ. എന്താ എന്താ അവര് വന്ന് വിളിക്കുക. ഞാൻ വന്നിട്ട് അവരെ മൈൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവര് വന്ന് വിളിച്ചതാ. ഓക്കെ, അപ്പൊ ഞാൻ ഇനി പോയിട്ട് കുറച്ച് റീൽസ് ഒക്കെ എടുക്കാം കേട്ടോ. വീഡിയോ കംപ്ലീറ്റ് ആയോ? നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ കാണിച്ചു. ഇനി നിങ്ങൾക്ക് ഞാൻ എന്റെ പൗച്ചിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതും കൂടെ കാണിച്ചു തരാം. അത് ഞാൻ പോയി വന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, ദിസ് ഈസ് മൈ പ്ലേസ്. പാടൊക്കെ എന്ത് ചെയ്ത് കിടക്കുക? കൊയ്ത് പിന്നെന്താ ഈ എന്താ പറയാ, പൂട്ടി കണ്ടം പൂട്ടുക. വീണ്ടും യക്ഷി.
ഇപ്പൊ എന്താ ഉണ്ടായേ? വേറെ ഏതെങ്കിലും കൊമ്പ് എവിടെയോ എന്തോ ഒരു തകരാറ്. ഇവിടെ നോടിയാ കിട്ടും. അമ്മ എവിടേക്ക് ഇറങ്ങണി? എന്റെ കൂടെ ബാക്കോട്ട് ഓടുവോ? വ്ലോഗാ? ആ ഇല്ല, പ്രശ്നക്കാരനല്ല, സേഫാ. ആ ഓഫ് ചെയ്തോ. ഓക്കെ, അപ്പൊ നമ്മള് റീൽസ് എടുത്ത് കഴിഞ്ഞേക്കാണ്. എന്റെ ആദ്യം ഇട്ടുണ്ടായിരുന്ന ബ്ലൂ സാരിയിലെ റീൽ എന്റെ വീഡിയോഗ്രാഫർ എന്റെ അച്ഛനായിരുന്നു. റെഡ് സാരിയിലെ എന്റെ വീഡിയോഗ്രാഫർ എന്റെ അമ്മയാണ്. കണ്ടോ? എന്താ ചെയ്യാ, എനിക്ക് പേഴ്സണലി അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളെയും വെക്കേണ്ട ആവശ്യം. എന്റെ കയ്യിൽ തന്നെ എനിക്ക് വീഡിയോഗ്രാഫേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും ഉണ്ട് ഗൈസ്. ഫോട്ടോഗ്രാഫർ എന്റെ അനിയത്തിയാണ്. പക്ഷെ ഞാൻ അത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവള് കുറച്ച് പൊങ്ങും, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയത്തില്ല. ഇനി എന്തുവാ ഉള്ളേ? റീൽസ് എടുത്ത് കഴിഞ്ഞു. ഫോട്ടോ എടുത്തിട്ടില്ല നമ്മള്. ആ ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്തി. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പോലെ എൻ്റെ പൗച്ചിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല. ഐ തിങ്ക് ഏതോ ഒരു യൂട്യൂബിൽ ഏതോ ഒരു വീഡിയോയുടെ താഴെ ഞാൻ കമന്റ് കണ്ടിരുന്നു, ചേച്ചിയുടെ ഐറ്റംസ്, ചേച്ചിയുടെ കയ്യിലുള്ള മേക്കപ്പ് തിങ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരുമോ ചോദിച്ചിട്ടുള്ളൊരു കമന്റ് ഞാൻ കണ്ട പോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. സോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ടോണർ വന്നിട്ട് മിനിമലിസ്റ്റിന്റെ ആണ്, ദിസ് വൺ. ആൻഡ് അത് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന സിറം ഇപ്പോ ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സിറം ആണ്. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ, അത് നിങ്ങൾ എനിക്ക് കമന്റ് സെക്ഷനിൽ തീർത്തു തരണം. അതായത് ഞാൻ ചെന്നൈയിൽ നിൽക്കുമ്പോൾ അവിടെ ഉള്ളവർ എൻ്റെ അടുത്ത് സീറം എന്ന് പറയും, ഇവിടെ ഉള്ളവര് സെറം എന്ന് പറയും. സോ ഇതിൽ ഏതാണെന്നുള്ളത് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്നെ ഒന്ന് ക്ലിയർ ചെയ്ത് തരണം. സോ ഞാൻ എന്തായാലും സെറം എന്ന് പറയാം. ചിക് ന്യൂട്രിക്സിന്റെ ഔട്ട് ഷൈൻ, ഇതാണ് ഞാൻ സെറം ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ആക്നെ ഉണ്ട്. ഇപ്പൊ ഇത്തിരി കുറഞ്ഞു, അത് ഇത് യൂസ് ചെയ്തിട്ട് കുറഞ്ഞതാണ്. എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഒരു മോയ്സ്ചറൈസർ ആണ് ഇത്, കാണുന്നുണ്ടോ? ഓക്കെ. പിന്നെ ഇത് എന്താ പറയാ, എനിക്ക് നമ്മുടെ ഈ പാലക്കാട് ഏരിയയില് സ്വിഗ്ഗി, സൊമാറ്റോ ഒന്നും ഇല്ല. ബട്ട് ട്രിവാൻഡ്രത്ത് സ്വിഗ്ഗിയിൽ നമ്മുടെ ഇൻസ്റ്റാമാർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതില് ഞാൻ വാങ്ങിക്കാറുള്ളതാണ്. ഐ പ്ലസ് മേക്കപ്പ് റിമൂവർ ആണ്. നമുക്ക് ഷൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ മസ്കാരയും കണ്ണൊക്കെ റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാ. കൊക്കനട്ട് ഓയിൽ വെച്ചിട്ടാണെങ്കിലും ഭയങ്കര പാടാ. പക്ഷെ ഇത് ഭയങ്കര ഈസി ആയിട്ട് റിമൂവബിൾ ആണ് മേക്കപ്പ്. അതുകൊണ്ട് ഹെൽപ്ഫുൾ ആയതുകൊണ്ട് ഞാനിത് എപ്പോഴും തീർന്നാലും ഓരോന്ന് വാങ്ങിച്ചു വെച്ചോണ്ടേ ഇരിക്കും. ഹെയർ സിറം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമല്ലേ അത്. ആൻഡ് ദിസ് വൺ റോസ്മേരി വാട്ടർ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോ അമ്മാവിനിടയിൽ കൗണ്ടർ അടിച്ചിട്ട് പോയതാ. അപ്പോ ഇതാണ് ഞാനിപ്പോ കറന്റ്ലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. എനിക്ക് ഏത് സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഇനി ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും മാറ്റി ട്രൈ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതിൽ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസ് ആണ്. പോൺസ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഓയിലി ആവുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സൺസ്ക്രീൻ ഡെർമയുടെ. അതെനിക്ക് കറക്റ്റായിട്ട് ഫിനിഷിങ് കിട്ടാറുണ്ട്. ഇതൊക്കെ പിന്നെ എനിക്ക് ഡോക്ടർ തന്നിട്ടുള്ള ഈ കുരുവിന്റെ പാടും ഇതൊക്കെ പോവാനുള്ള ക്രീംസ് ആണ്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമോന്ന് അറിയില്ല, ബിക്കോസ് ഡോക്ടറെ കണ്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്. എങ്കിലും ഞാൻ കാണിച്ചു തരാണ്. ഇത് ബ്ലാക്ക് മാർക്ക് പോവാൻ വേണ്ടി ഇത് ബ്ലാക്ക് മാർക്ക് പോവാൻ വേണ്ടിയിട്ട് തന്നതാണ്. ഇതും നോസ്കാസിന്റെയും ബ്ലാക്ക് മാർക്സ് പോവാൻ നല്ലതാണെന്ന് കേട്ടപ്പോ ഞാൻ വാങ്ങിച്ചതാ. പക്ഷെ ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഉപയോഗിക്കാതെ നമ്മുടെ പൗച്ചിൽ കുറച്ച് സംഭവങ്ങൾ കിടക്കുമല്ലോ. ഇത് പിമ്പിൾ പോവാൻ വേണ്ടിയിട്ട് ഡോക്ടർ തന്നതാണ്. ആൻഡ് ഇതും എന്റെ ബോഡി ആക്നെ പോവാൻ ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന സംഭവമാണ്. ഇതൊക്കെയാണ് ഈ പൗച്ചിലുണ്ടായിരുന്നത്. ഇതുവരെ കാണിച്ചത് നമ്മൾ മേക്കപ്പിന് മുമ്പ് യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ്, മോയ്സ്ചറൈസർ, ടോണർ, സൺസ്ക്രീൻ, അങ്ങനത്തെ സംഭവങ്ങളാണ് കാണിച്ചത്. ഇനി മേക്കപ്പിന് ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, മീനാക്ഷി ആയിട്ട് റെഡി ആകുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളത് കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഡെർമയുടെ D 4.5 ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്.
അത് കഴിഞ്ഞാൽ കോമ്പാക്ട് ആയിട്ട് എവിടെ പോയി? കോമ്പാക്ട് പൊട്ടിപ്പോയി. കോമ്പാക്ട് പൊട്ടി. ഞാൻ പുതിയത് വാങ്ങിക്കണം. ഓണല്ലേ? കോമ്പാക്ട് പൊട്ടിയിട്ട് ഇരിക്കുക. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ നാച്ചുറൽ 02 ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ എനിക്ക് കോമ്പാക്ട് മാത്രം യോഗമില്ല. ഏത് വാങ്ങിച്ചാലും എന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോകും. പിന്നെ ഇത് ഷുഗറിന്റെ ട്രാൻസ്ലൂസൻ പൗഡർ ആണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം നമുക്കൊരു മാറ്റ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സീരിയലിൽ അല്ലാണ്ട് ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ എന്തിനൊക്കെ പോവാണെങ്കിൽ ഈ പൗഡർ നല്ല യൂസ്ഫുൾ ആണ്. ആൻഡ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഐഷാഡോ പാലറ്റ്, മാർസിന്റെ ബ്ലൂമിംഗ് ഇംപീരിയൽ ഐഷാഡോ പാലറ്റ്. നിങ്ങൾക്ക് ഓൾറെഡി ബ്ലഷ് ഞാൻ കാണിച്ചു ഷുഗറിന്റെ. ആൻഡ് മസ്കാരയും നേരത്തെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും, കൊളോസലിന്റെ. ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. നല്ലപോലെ വോള്യൂം കിട്ടും. ഇപ്പൊ ഞാൻ അധികം ഇട്ടിട്ടില്ല, കാരണം എന്റെ ഐലാഷസിന് ഓൾറെഡി കുറച്ച് വോള്യൂം ഉണ്ട്, തിക്നെസ്സും ഉണ്ട്. എങ്ങോട്ട് പോവാ? എന്റെ അമ്മാവനാ. ഞങ്ങള് പണ്ട് ദിലീപ് എന്നൊക്കെ പറയാ. പൊങ്ങി എന്താണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ലൈനർ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അടുത്ത ലിപ് ഷെയ്ഡും അടുത്ത ലിപ് ലൈനറും മാർസിന്റെ തന്നെയാണ്. എഡ്ജ് ഓഫ് ഡിസയർ ലിപ് ലൈനർ. ഇതാണ്. കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് എന്റെ കയ്യിലുള്ള കൂടുതൽ പ്രൊഡക്ട്സ് മാർസിന്റെ ആണോ, ഷുഗറിന്റെ മാർസിന്റെയാണ് കൂടുതലും തോന്നുന്നു. യെസ്, ഓക്കെ. എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു സംഭവമാണ്, ചേച്ചി ഏത് കാജലാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ റീസെന്റ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കാജലാണ് റെനിയുടെ മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കാജൽ. അത് ആക്ച്വലി ഈ ലെങ്ത് ആയി. നമ്മള് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പെൻസിൽ ചെത്തി യൂസ് ചെയ്യുന്ന പോലെ ഈ ലെങ്ത് ആയിട്ടുണ്ട്. പുതിയത് ഞാൻ ഇനി ഓർഡർ ചെയ്യണം. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഇടുമ്പോ തന്നെ നല്ല ബ്ലാക്കിഷ് ആയിട്ടുണ്ടാവും. ഇപ്പൊ എന്റെ കണ്ണ് കണ്ടാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതല്ലാതെ ഒരു കാജലും യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ജസ്റ്റ് ഇത് കൊളോസലിന്റെ തന്നെ കാജൽ തന്നെയാണത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് 2 ലിപ്സ്റ്റിക് എന്റെ അടുത്തുള്ളത് ഞാൻ കാണിച്ചു തന്നു. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് കാണിച്ചു തന്നു. ഇത് എന്റെ അടുത്ത് 2 ഷാർപ്നർ ഉണ്ട്. പിന്നെ ലിപ് ബാം ഉണ്ട്. ഇത് ചെന്നൈയിൽ ഇരിക്കുമ്പോ വാങ്ങിച്ച ലിപ് ബാം ആട്ടോ. പേരൊന്നും അതിന്റെ അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനർ വന്നിട്ട് കളർ എസൻസിന്റെ സൂപ്പർ എക്സ്റ്റന്റ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് എന്റെ ഐബ്രോ പാലറ്റ് ഏത് ബ്രാൻഡാന്ന് ചോദിക്കരുത് ഗൈസ്. ഇൻസൈറ്റ് കാണത്തില്ല, ബട്ട് ഇതാണ് സംഭവം. ഇൻസൈറ്റിന്റെ ഐബ്രോ പാലറ്റ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കുറെ ഐറ്റംസ് ഐ തിങ്ക് ഇനി കോമ്പാക്ട് വാങ്ങിക്കണം, അങ്ങനെ ഫൗണ്ടേഷൻ വാങ്ങിക്കണം. കുറച്ച് ഐറ്റംസ് തീർന്നു പോയിട്ടുണ്ട്. അപ്പൊ ദാറ്റ്സ് ഓൾ. ഇനി എന്തെങ്കിലും അറിയണം എന്നുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ ചെയ്യണം, കണ്ടന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. എന്റെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കും. ഇപ്പൊ എനിക്ക് എന്താ പറയാ, ഷൂട്ട് ലാസ്റ്റ് ടൈം ഞങ്ങൾക്ക് വേറൊരു സംഭവം കൂടെ ഉണ്ട്. നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ഒരു വെബ് സീരീസ് ഇറങ്ങുന്നുണ്ട്. ഏഷ്യാനെറ്റ് ചെയ്യുന്നതാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യാൻ പോകുന്നതാണ്. സോ അതിലെ ഒരു ആർട്ടിസ്റ്റ് ഞാനാണ്. അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. ബാക്കി വരട്ടെ, അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം. സോ അതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്, കാരണം അതിലൊരു ഭാഗമാവാൻ പറ്റി എനിക്ക്. താങ്ക് യു സോ മച്ച് ഏഷ്യാനെറ്റ് ആൻഡ് ടീം, രമാമം, എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. ബാക്കി വന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അത് വേറൊരു വീഡിയോ തന്നെ ഞാൻ ഇറക്കാം. സോ ഫസ്റ്റ് അത് വരട്ടെ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് 5th or 6th വരയ്ക്ക് നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലെത്തിയത്.
അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, എനിക്ക് വയ്യായിരുന്നു. ഫുൾ ടൈം റെസ്റ്റും എന്താ പറയാ ഫുഡടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. സോറി, ഞാൻ അങ്ങനെ മടി കാണിക്കാൻ പാടില്ല എന്നറിയാം. ഈ ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അത് നേരെ ചുവ ചെയ്തു പോണെന്നും അറിയാം. സോറി, ക്ഷമിക്ക്. ഞാനല്ലേ നിങ്ങളുടെ മീനാക്ഷിയല്ലേ, ക്ഷമിക്ക്. അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു ഇനി നെക്സ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ആ സംഭവം തന്നെ ആയിരിക്കും വരിക. അപ്പൊ അതുവരെ എല്ലാരും വെയിറ്റ് ചെയ്യണം. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ബൈ ബൈ.